താങ്കളുടെ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി കൂടുതൽ കളിക്കാർക്ക് അവസരം കിട്ടുന്നു, അതിന് ചുക്കാൻ പിടിക്കാൻ കഴിയുന്നു. അതിനെങ്ങനെയാണ് ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് റോളാണ്. നേരത്തെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമായിരുന്നു. അപ്പോൾ ഈ റോളെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു അന്തരീക്ഷം ഈ പിള്ളേർക്ക്, ഈ കുട്ടികൾക്ക്, പ്ലേയേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതൊരുപാട് വളരെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ നല്ല കാര്യമല്ലേ, കാരണം നമ്മുടെ പിള്ളേരെല്ലാം സപ്പോർട്ട് ചെയ്ത് അവരെല്ലാം സെൽഫ്ലെസ് ആക്കി ഇതുപോലെ വളരെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് വിടാൻ സാധിക്കുന്നതും അവരെ അത് പോയിട്ട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും കാണാനായിട്ട് ഒരുപാട് സന്തോഷം. ടീമിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? അടുത്ത സീസണിൽ കുറച്ച് പേരെ മാത്രമല്ല നിലനിർത്താൻ കഴിയുള്ളൂ. എങ്ങനെ പ്രതീക്ഷ? നമുക്ക് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു എൻവയൺമെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് വരുന്ന പ്ലേയേഴ്സിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15-20 പുതിയ ക്രിക്കറ്റേഴ്സിനെയാണ് നമ്മളെ KCAയ്ക്കും ഇന്ത്യൻ ക്രിക്കറ്റിലേക്കും ആ ഒരു ഔട്ട്ലുക്കിലേക്ക് നമ്മൾ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും KBTയിൽ നിന്നും ഇതുപോലത്തുള്ള ഒരു മാജിക്കും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ താരങ്ങളെ പരിശീലിപ്പിക്കാനും വലിയ ഇന്ത്യൻ ടീമിലേക്ക് വരെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ കേരളത്തിൽ നിന്ന്? ഒരു സംശയമില്ല. അതിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വലിയ പങ്കാണ് വഹിക്കുന്നത്. മികച്ച കോച്ചസ് ഉണ്ട് ഇവിടെ. കേരളത്തിൽ ഒരുപാട് നല്ല കോച്ചസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട പ്ലേയേഴ്സിന് വേണ്ട ഒരു അന്തരീക്ഷവും അവർക്ക് വേണ്ട സപ്പോർട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്ലേയേഴ്സ് ഇനിയും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല.